സാർ, എല്ലാ വിവരങ്ങളും കിട്ടി. അവർ 6 പേരുണ്ട്. കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഗുഡ്. അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കണം. ഓക്കെ സാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഉണ്ണി എവിടെ പോയി തൊലഞ്ഞിട്ടല്ല. ഓഡിയൻസ് ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവൻ എവിടെയെങ്കിലും കല്യാണം വിളിക്കാൻ പോയി. എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞോളൂ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയല്ലേ. ഒരു ആർട്ടിസ്റ്റ് എത്താനുണ്ട്, ഇപ്പൊ വരും. ഇത് വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. ഉള്ള ആൾക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ? നാട്ടുകാർ കസേര തല്ലി പൊളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നാട്ടെ. ശരി വാ. ചെല്ലേ. സാബു, താൻ എന്തുദ്ദേശാടോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ? അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ? ആകെ കുളമായി. ഫസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാണ്. അത് ആദ്യം ഇട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടി താങ്ങി വന്നേ. ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ ഞാനില്ല, ഞാൻ കേറിയാൽ ശരിയാവില്ല. എടോ, താൻ കുറെ കാലമല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി. ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിന് സ്മോൾ അടിച്ചോ. സ്മോൾ വേണം ഞാൻ അടിക്കാം, പക്ഷെ ശരി കാണാൻ ഞാനില്ല. തമാശ പറയാ, ചുമ്മാ വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. പിന്നെ കൊല്ലാൻ നോക്കല്ലോ. ഇങ്ങോട്ടോ. തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രിയെ കുരിശ. ഓ മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയടോ. എന്താ ഡയലോഗ് പറയുന്നത്? ഡയലോഗ് പറയണോ? പൊട്ടൻ നിന്റെ അപ്പൻ. കളിക്കല്ലേട്ടോ. അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്താ എന്തേത് മമ്മൂട്ടി കുളവാക്കിയ? എവിടെ? മുമ്പത്തെ നിലയിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഈ കാതർബായുടെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അതോ? സാബു, നമ്മളെ പാവ കാണാനില്ല. നീ എന്തായി പറയുന്നത്? നമ്മളെ ഒളിപ്പിച്ചു വെച്ച് പാവ കാണാനില്ലെന്ന്. നീ അവിടേക്ക് ശരിക്കും നോക്കിയോ? അവിടെ എല്ലാം നോക്കി, എവിടെയില്ല. പിന്നെ അവിടെ പോയി. നമുക്ക് 6 പേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. നമുക്ക് 6 പേർക്കും അറിയാമല്ലോ. 6 പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്ണിയെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. ആ ഉണ്ണി ഉദ്ദേശം തന്നെയാവും. എടാ ജിമ്മി, നീ ഒന്നും ആലോചിക്കാം. തർക്കമൊന്നും വേണ്ട. നമുക്ക് ഉണ്ണിയുടെ വീട് അന്വേഷിക്കാം. ആരാ? എന്താ എല്ലാരും കൂടി? ഉണ്ണി എവിടെ? ഉണ്ണി ഇവിടെ ഇല്ലേ? ഇല്ല, അവൻ മിനിയാന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയതാണല്ലോ. നിങ്ങൾ അവനെ കണ്ടില്ലേ? മെനഞ്ഞാന്ന് പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇന്നുണ്ടായിരുന്ന പരിപാടിക്ക് അവൻ വന്നുമില്ല. അയ്യോ, അവൻ പിന്നെ എവിടെ പോയി? പത്താം തീയതി ഇവരുടെ കല്യാണോ? ഒന്നും അടുപ്പിച്ചിട്ടില്ല. എന്റെ മോൻ എന്തു പറ്റി? അയ്യോ അമ്മച്ചി, അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അല്ലേ? ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. പെങ്ങളെ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണുമോ ദൈവമേ?